Hi everyone, welcome back to my channel. അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്, ഓക്കെ. ആൻഡ് സിൽവർ ജൂബിലി ആണ്. 25 years ആയി ഞങ്ങൾക്ക്. 25 years ആയി സിൽവർ ജൂബിലി എന്ന് തന്നെ വിളിച്ചത് എന്തുവാട്ട്. ഓക്കെ, അപ്പോൾ എനിക്കിന്ന് 25 years old ഒരു ലേഡി ആയി ഞാൻ. അങ്ങനെ എൻ്റെ ബർത്ത്ഡേ അക്കുച്ചാമാർന്ന് ഞാൻ കുറേ ഇങ്ങനെ വെയിറ്റൊക്കെ ആക്കിച്ച് കോളിൽ എൻ്റെ മുണ്ടിക്കൊണ്ട് കുറേ നേരം ഞാൻ വെയിറ്റാക്കി. ഇപ്പം വിഷാക്കും വിഷ് എന്നാക്കുന്നില്ല. ലാസ്റ്റ് ഞാൻ വെച്ചാൽ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണില്ലേ, അപ്പോൾ പക്ഷേ നല്ലാക്കി അങ്ങനെയെല്ലാം അതെല്ലാം കഴിഞ്ഞു. ആൻഡ് പിന്നെ ഇന്ന് എന്തെന്നല്ലെങ്കിൽ ബേബിൻ്റെ വാക്സിൻ എടുക്കുന്ന ഡേയും ഇന്ന് തന്നെ. ഇത് ഇഞ്ചക്ഷൻ ഇടുന്നില്ല, അത് 2.5 months തോന്നുന്നു. ആ ഇഞ്ചക്ഷൻ്റെയും ഇന്ന് തന്നെ. അപ്പോൾ ഇന്ന് എനിക്ക് ബേബിൻ്റെ നല്ല ഗിഫ്റ്റ് കിട്ടുന്നതാണ്, കരിച്ചൽ, വേറെ എന്തല്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ ഫുഡെല്ലാം കഴിച്ചിട്ട് ഇപ്പോൾ മോർണിംഗ് ഒരു 9 o'clock അങ്ങനെ ആയിട്ടുണ്ട്. ഒരു 10-10:30 എല്ലാം ആകുമ്പോൾ ഹോസ്പിറ്റലിൽ പോകണം കുഞ്ഞിക്ക് ഇഞ്ചക്ഷൻ ഇടാൻ. അപ്പോൾ ഇഞ്ചക്ഷൻ ഇട്ടിട്ട് വരണം. ഇനി ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ബേബിക്ക് ഇഞ്ചക്ഷൻ ഇട്ടിട്ടാണ് വന്നത്. ഇതിപ്പോൾ കുഞ്ഞിക്ക് കൊടുക്കാനുള്ള പാരസിറ്റമോൾ, ഇത് സിറപ്പ്, ഡ്രോപ്സ് ഒക്കെ. ഇത് ഫീവറിൻ്റെ ടൈമിലും ബേബീസ്ക്ക് ഇങ്ങനെ ഇഞ്ചക്ഷൻ ഇട്ടെങ്കിൽ വരലുണ്ട്. ചില ബേബീസ്ക്ക് വരുന്നില്ല, ബട്ട് എന്തെങ്കിലും നമ്മളോട് ഇത് കൊടുക്കാൻ ചെന്നു 6 hours ഇങ്ങനെ ഗ്യാപ്പ് 6 hours ഗ്യാപ്പ് വിട്ടിട്ട് കൊടുക്കാം. പിന്നെ ഇപ്പോൾ വന്നിട്ട് എത്തിയത്ര പോയിട്ടാകുമ്പോൾ ആദ്യം എനിക്ക് വീഡിയോസ് അങ്ങനത്തെ ഒന്നും എടുക്കാനില്ല. അവിടെ ഫുൾ എന്ത് ക്യാരക്ടർ കിടക്കുന്നത് എന്നിട്ട് കുറേ കാര്യങ്ങളാണ് അയാൾ. അങ്ങനെ ബേബി ഇഞ്ചക്ഷൻ ഇടുമ്പോൾ മെല്ലെ ഒക്കെ കരിഞ്ഞ് ഇഞ്ചക്ഷൻ ഇടുമ്പോൾ പിന്നെ വരുമ്പോൾക്ക് ഓട് ഉറങ്ങിക്കൊണ്ട് വന്നു. അല്ല ഇത് ബയോട്ട് മോളിൽ പോയി. ഓൾക്ക് ഞമ്മ ഈ സിറപ്പ് ഒന്ന് കൊടുക്കാം. യമ്മി എക്സ്പ്രഷൻ എല്ലാം ചേഞ്ച് ആണ്. സിറപ്പ് കൊടുക്കും. ഇത് പിടിച്ചോന്ന്. അപ്പോൾ ഇയാൾക്ക് സിറപ്പ് കൊടുത്ത് ഫീഡാക്കി. ഞാൻ സിറപ്പെല്ലാം കൊടുത്തിട്ടോളം എല്ലാം മറക്കണം, ഉറങ്ങിയിട്ടാണ്. ആൻറ്റിയുടെ വാപ്പില്ലാത്ത കൊണ്ട് ഇത് ഹോസ്പിറ്റലിലേക്ക് എളാപ്പൻ്റെ ഒക്കെയാണ് പോയത്. എളാപ്പൻ്റെ ഒക്കെ പോയിട്ട് വന്ന് അവന് സൂപ്പർ യമ്മി നല്ലുണ്ടെന്നോ കുടിച്ചിറക്കിയോ. അതാ തുപ്പൻ വടി കൊണ്ടിരുന്ന അവളെ എക്സ്പ്രഷൻ എല്ലാം ചേഞ്ച് ആവും. യമ്മി സൂപ്പർ ടേസ്റ്റി. കുടിച്ചോ. നാളെ നിനക്ക് ഞാൻ ഐസ്ക്രീം വാങ്ങിത്തരാ. എല്ലാം കുടി. ഉപ്പിങ്ങില്ലേ വായിൽ വെച്ചിട്ട് എല്ലാം പുറത്തൊക്കെ മിഥുനൻ മൂക്കുടിക്കാതെ മൂക്കുടിക്ക. മതിയാ. അപ്പോൾ ഇത് ഈടെ ഹോസ്പിറ്റൽ. ഇപ്പോൾ ഞാൻ എൻ്റെ ഈട് പോയ അടുത്തൊരു ഹോസ്പിറ്റലുണ്ട്, മജ്ജിർപ്പല്ലാട് ആ സൈഡ്. അപ്പോൾ പോയിട്ടാകുമ്പോൾ ഒരു ടാബ്ലറ്റാണ് തന്നത്. 650 നമ്മളെ ഡോളോ ടാബ്ലറ്റ് ഇല്ലേ, അത് 6 piece ആക്കിയിട്ട് കൊടുക്കാമല്ലേ. ബട്ട് ഞാൻ അത് കൊടുത്തിട്ടാണ്. ഞാൻ എൻ്റെ ബേബിക്ക് കൊടുക്കുന്ന സിറപ്പിനാണ് പാരസിറ്റമോളിൻ്റെ. ഇത് ലാസ്റ്റ് ടൈം കാസർഗോഡ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ടാകുമ്പോൾ ആടുന്ന് തന്ന സിറപ്പ്. അപ്പോൾ അതന്നെ എൻ്റെ കയ്യിലുണ്ടായതാണ്. ഞാൻ ഓൾക്കിപ്പോൾ ടാബ്ലറ്റ് അതിന് 6 piece ആക്കണം. അത് ഒന്ന് ചെറുതോ ഒന്ന് വലുത് അങ്ങനെയല്ല. അതെന്തായാലും ഇത്ര കൂടെ ഞാൻ ഇങ്ങനെ പൊടിയാക്കണം. എന്നിട്ട് ഞാൻ സിറപ്പ് ഡ്രോപ്പ് ഉണ്ടായത് അങ്ങനെ ബേബിക്ക് കൊടുത്ത് സിറപ്പ് ഉണ്ടായത്. ഇനിയിപ്പോൾ ഉള്ളൊന്ന് ഉറക്കിയിട്ട് കിടത്തണം. പിന്നെ ഇവിടെ ഞങ്ങളെ ബാക്ക് സൈഡ് നരെല്ലാം മുറിക്കുന്നുണ്ട്. ആർക്കും ജസ്റ്റ് പോവാമെന്നല്ല, വേറെ എന്താ. അങ്ങനെയാണ് ഇന്നത്തെ എൻ്റെ വ്ളോഗ്. അക്കച്ച വിളിച്ചിട്ട് അക്കച്ചാക്ക് വിളിക്കണം എല്ലാം. അക്കച്ച നൈറ്റാണ് വിളിച്ചത്. നൈറ്റ് വിളിച്ചിട്ട് കുറേ നേരം മുൻപൊക്കെ ഞാൻ ഇങ്ങനെ ബർത്ത്ഡേ എൻ്റെ റിലേറ്റീവ് ഓന് മറന്ന കഥ റിലേറ്റ് കുറേ സോറി മറന്നത് അങ്ങനെയല്ലേ. ഞാൻ ഇപ്പോഴും ഞാൻ എക്സ്പെക്റ്റ് ആക്കുന്നുണ്ട് അക്കച്ചൻ്റെ ഗിഫ്റ്റ്. അക്കച്ചക്ക് ഒരു സർപ്രൈസ് ആക്കാൻ അങ്ങനത്തത് എന്താ അറിയുന്നില്ല. എൻ്റെ ബാക്കിൽ നടക്കുന്നു എനിക്ക് എന്ത് വേണം കേട്ടിട്ട്. അങ്ങനെയാണ് ലാസ്റ്റ് ബർത്ത്ഡേക്ക് അങ്ങനെയല്ല. ഇത് എൻഗേജ്മെൻറ്റ് ആയിട്ട് മാരേജിന് മുമ്പ് ഒരു ബർത്ത്ഡേ ഉണ്ടായി എനിക്ക് ആക്കിയത്. ചിലെങ്കിൽ അക്കുച്ചൻ്റെ അനിയനെ കൊണ്ട്
പരിക്ക് വെച്ചിട്ട് പോയി. അനിയന് സിറ്റ് ഔട്ടിൽ വെച്ചിട്ട് ഒറ്റ പാച്ചായി. അപ്പോൾ അത് ഒരു നല്ല സർപ്രൈസ് ആയി. അതിന് പിന്നെ എന്തില്ല. ഓക്കെ നിന്നോട് നിൻ്റെ പപ്പ. അപ്പോൾ ഓക്കെ ഞാൻ ബേബിനെ ഞാൻ എടുത്തിട്ട് ഇതാക്കാം, ബാക്ക് സൈഡ് പോവാം. ഞാൻ തിന്നിട്ട് എന്തെങ്കിലും തിന്നണം. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് നമുക്ക് ബേബിക്കുള്ള ആ ടാബ്ലറ്റ് തന്നതല്ലേ. എന്നിട്ട് അങ്ക് കാൽഷ്യം എന്ന അയൺ ടാബ്ലറ്റ് തന്നു. കാൽഷ്യത്തിൻ്റെ ഇത് പിന്നെ അയൺ ടാബ്ലറ്റ് ഡോക്ടർ എന്നോട് കുടിക്കേണ്ടെന്നില്ലായിരുന്നു. ബട്ട് ഓരക്ക് കൈക്ക് തരുമ്പോഴേക്ക് ഇത് കാൽഷ്യം എന്നല്ലിന്, മറ്റത് നൈറ്റ് കുടിക്കാൻ എന്നിട്ട് തന്നത്. അത് അയൺ ടാബ്ലറ്റ് എന്ന് ചെല്ലിണെങ്കിൽ ഞാൻ അപ്പൻ ഓരോട് ബാൻഡാന്ന് വെച്ചിട്ട് ഞാൻ മേങ്ങലാണ്. പണ്ട് ഞാൻ ഇവിടെ കൊന്നിട്ട് വെച്ചിട്ട് എന്താക്കും, ഞാൻ കുടിക്കലില്ല. അനക്ക് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ സജസ്റ്റ് ആക്കിയിട്ട് ഈ പ്രിസ്ക്രിപ്ഷനിൽ മേങ്ങി അയൺ ടാബ്ലറ്റ്സ് തന്നെ ഇടുന്നുണ്ട്. ഞാൻ സ്റ്റോപ്പ് ആക്കി കുടിക്കുന്നതാണ്. ചൂടാനായിട്ട് എന്ത് ഡോക്ടർ പിന്നെ കണ്ടിന്യൂ ആക്കണ്ടെന്നല്ലേ വിട്. കാൽഷ്യം മാത്രമാണ് ഞാൻ ഇപ്പോൾ എടുത്തുകൊണ്ടുള്ളത്. ഇടയ്ക്കിടയ്ക്ക് കുടിക്കാൻ മറക്കുന്നത് പേരക്കതൊക്കെ. ആൻഡ് ഇതിൻ്റെ എൻ്റെ ആൻഡ് ബേബീൻ്റെ ഇത് എന്തപ്പാ മെഡിസിൻ വെക്കുന്ന സാധനം. ബേബീൻ്റെ സലൈൻ നാസൽ സ്പ്രേ ഉണ്ടെങ്കിൽ, പിന്നെ ഇത് എൻ്റെ സി സെക്ഷൻ ആയതല്ലേ അതിൽക്ക് സ്റ്റിച്ചിൻ്റെ അടുക്കിടുന്ന പൗഡർ. ആൻഡ് പിന്നെ ഇതാണ് അയൺ ടാബ്ലറ്റിൻ്റെ. ഇത് 113 rupees. എത്ര ഇന്നൊന്ന് കുടിച്ചു ഞാൻ. ആകെ ഒരു 11 ടാബ്ലറ്റാണ് അയൺ ടാബ്ലറ്റ്. ഞാൻ ഡെലിവറി ആയ പിന്നെ ഓൺലി 11 ടാബ്ലറ്റാണ് ഞാൻ കുടിച്ചിരുന്നത്. ഡോക്ടർ ചെല്ലുന്നതിൻ്റെ മുമ്പേ ഞാൻ ഇത് കുടിക്കുന്നില്ല. നമുക്ക് ഇത് ചെറിയൊരു നമ്മളെ ബോഡിക്ക് ഒരു ഹീറ്റാകുന്ന പോലെ എനിക്കറിയുവാണ് ഇങ്ങനെ കേട്ടിട്ടല്ല. സോ ഞാൻ അത് മുമ്പേ കുടിക്കുന്നത് സ്റ്റോപ്പായിരുന്നു ഡോക്ടർ ചെല്ലുന്ന മുമ്പ് തന്നെ. അതിനോണ്ട് ഇതിലിപ്പോൾ 19 ടാബ്ലറ്റ്സ് ഉണ്ട്. റിട്ടേൺ എടുക്കെത്തിയാന്തോ എൻ്റെ പ്രിസ്ക്രിപ്ഷനാണ്. പിന്നെ എനിക്ക് മറന്നു. ആൻഡ് കാൽഷ്യത്തിൻ്റെ ടാബ്ലറ്റ് ഞാൻ കണ്ടിന്യൂ ആക്കുന്നത്. ഇതിപ്പോൾ 20 ടാബ്ലറ്റ്സ് ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് കുടിക്കാൻ മറക്കുന്നു. അതിനോണ്ടാണ് എൻ്റെ ടാബ്ലറ്റ്സ് തീരാത്ത ബാക്കി. അപ്പോൾ ഇനി ഈ ടാബ്ലറ്റ് കാൽഷ്യത്തിൻ്റെ ഇത് തീർന്നെങ്കിൽ ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് തന്നല്ലേ. ഇത് എക്സ്പയറി 2026 ഉണ്ട്. അപ്പോൾ ഇത് കുടിക്കാം. ഒരിക്കലില്ല, അത് വേറെ കഥ. എന്തെങ്കിലും കുടിക്കണം. കാൽഷ്യം ടാബ്ലറ്റ് ടിൽ ബേബിക്കില്ലേ 6 months ആവോളം നമ്മൾ പേരൻസ്, അതായത് ഉമ്മ കുടിക്കണം. അത് നല്ലത്. സോ മെനി ടാബ്ലറ്റ്സ്. പൊതുവെ ഞങ്ങൾക്ക് ടാബ്ലറ്റ്സ് അങ്ങനെ കുടിക്കൽ കുറവ്. ഞാൻ കറക്റ്റ് ഒരു ഇതാക്കിയിട്ട് കുടിക്കൽ കുറവാണ്. അത് ഇനി അത്രമേലും നമുക്ക് സഹിക്കാൻ കഴിയാത്താകുമ്പോൾ കുടിക്കുകയല്ലാത്ത കണ്ടിന്യൂ ആക്കിയിട്ട് നീ ഇങ്ങനെ കുടിക്കുന്നല്ലാത്താണെങ്കിൽ മോസ്റ്റ്ലി ഞാൻ കുടിക്കാനില്ല. ആൻഡ് ഹോസ്പിറ്റലിൽ പോയിട്ട് ഞാൻ കുറേ ആയിപ്പോൾ. അപ്പം ഞാൻ 45 days അങ്ക് ബേബിക്ക് 45 days ആണെന്നല്ല, അതായത് ഞാൻ ഡെലിവറി ആയിട്ട് 45 days അപ്പോഴാണ് ഞാൻ ചെക്കപ്പിന് പോയത്. അപ്പോൾ ഡോക്ടർ സജസ്റ്റ് ആക്കി തന്ന മെഡിസിനെല്ലാം ഇത്. അതിൻ്റെ മുന്നേ എൻ്റെ കാൽഷ്യം ടാബ്ലറ്റ് ഉള്ളതുകൊണ്ട് കാൽഷ്യം ടാബ്ലറ്റ് എൻ്റെ പുരലുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അത് എടുത്തിട്ടാണ് ഡോക്ടർ ചെല്ലിട്ടാകുമ്പോൾ. ഇപ്പോൾ ബേബിക്ക് 2.5 months ആയി. ആൻഡ് സ്റ്റിൽ ടാബ്ലറ്റ് എൻ്റെ ഉണ്ട്, തീരുന്നില്ല. എന്താക്കും ഞാൻ കുടിക്കാത്തതല്ല, തീരാത്ത. ആൻഡ് ഇപ്പോൾ അയൺ ടാബ്ലറ്റ് ഞാൻ എന്താക്കും നിങ്ങൾക്ക് അറിയാലോ. കുറേ അയൺ ടാബ്ലറ്റ് ഉണ്ട്. ആർക്കും വേണമെങ്കിൽ DM ഞാൻ പാർസലേക്ക് വയ്ക്കാം, കൊറിയറാക്ക്. അല്ല, ഞാൻ ഇവിടെ എൻ്റെ കസിനെല്ലാം ഉണ്ട്, ഓർക്കാർക്കെങ്കിലും വേണമെങ്കിൽ കൊടുക്കാം. ഞാൻ മെഡിക്കലിൽ നിന്ന് മേങ്ങിയതും ഇന്ന് കിട്ടിയതും എല്ലാം ഉണ്ടല്ലോ. ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഓർക്കാൻ കെടുത്തു, ഉറങ്ങുന്നില്ല. ഇനി നോക്കുന്നു. ഇനി ഒരു ഇഞ്ചക്ഷൻ വേണം നിങ്ങൾക്ക്. ഓക്കെ, ഇപ്പം നല്ല കാറ്റ് വരുന്നുണ്ട്, നല്ലൊരു മഴയും വരും. ഇപ്പോൾ നമുക്ക് മഴയിലെല്ലാം ഇങ്ങനെ പോകണമെന്ന് നല്ലൊരു ആശയുണ്ട്. ബട്ട് ബേബി ഉള്ളത് കൊണ്ട് ഫീവർ വന്നെങ്കിൽ ബേബിക്കും ഫീവർ വരുമെന്നല്ല ചെന്നല്ലേ. അതിനോണ്ട് മാത്രമേ ഞാൻ പോവാത്തത്. നല്ല കുറച്ച് അങ്ങനെ മരമെല്ലാം മുറിച്ചിട്ട് ആൾക്കാർ പോയി. ഇപ്പം നിങ്ങൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണുന്നുണ്ട്, ഫുള്ള് കാണുന്നു. ഇവിടുത്തൊരു മരമാണ് മുറിച്ചതൊക്കെ. ആ സൈഡ് സ്കൂള്.
അങ്ങനെ മരം മുറിച്ചിട്ട് ആൾക്കാരെല്ലാം പോയി. ബേബി ഉറങ്ങുന്നുണ്ട്. എത്ര നേരം ഇയാൾ ഉറക്കാൻ നോക്കുന്നു, ഉറങ്ങുന്നേ ഉണ്ടായിട്ട് ഇപ്പോൾ കുറച്ച് ഉറങ്ങി. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നല്ല മഴയും വരണം, നല്ല കട്ടൻ ചായ, ബേക്കൊക്കെ അയച്ച എന്തും ഇല്ലട. സോ ഇങ്ങനെ സ്വപ്നം കണ്ടു മാത്രം. ഇവിടെ ഒരു പേരക്കൻ്റെ മരമുണ്ട്, നിറച്ച് പേരക്കുണ്ട്, പക്ഷെ എല്ലാം പച്ച. വലുതായെങ്കിൽ കുറേ എല്ലാം കിട്ടുന്നുണ്ടായി, ബട്ട് ഇപ്പോൾ എല്ലാം പച്ച. സോ എന്തും കിട്ടില്ല. ബാക്കിലവിടെ എന്തെങ്കിലും വേണ്ടാത്ത സാധനമല്ലോ. ഇതാണ് ഞാൻ ചില പേരക്കാമരം. പേരൊക്കെ കാണുന്നുണ്ടോ നിങ്ങൾ? ഈവനിങ് ആയിട്ടുണ്ട്. ഞാനൊരു ചായ ആക്കി പിന്നെ മാഗി അങ്ങനെ ഉണ്ടാക്കി തോന്നുന്നുണ്ട്. ആൻഡ് ഞാൻ വ്ളോഗ് എടുത്ത് സ്റ്റോപ്പ് ആക്കാമെന്ന് വിചാരിക്കുന്നു. ബേബി ഭയങ്കര കരച്ചിരുന്നു. പാട്ട് അങ്ങനെ എന്തോ ഉണ്ടായിട്ടാ. ഇപ്പോൾ ടൈം ആയിക്കൊണ്ട് പോകുമ്പോഴും പെയിൻ കൂടിക്കൊണ്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഭയങ്കര കരച്ചില്ലെങ്കിൽ ഭയങ്കര കരച്ചില്ല, ഉറങ്ങുന്നില്ല. അഥവാ അവൾ ഉറങ്ങിയെങ്കിൽ ലെഗ് മൂവ് ആക്കുമല്ലോ ബേബീസ്, അപ്പോൾ അവൾക്ക് നല്ല പെയിനാണ്, പിച്ചു കയറും. അപ്പോൾ എനിക്ക് എന്തായാലും വ്ളോഗ് കണ്ടിന്യൂ ആക്കാൻ കഴിയില്ല. അപ്പോൾ ഞാൻ ഈ സ്റ്റോപ്പ് ആക്കുന്ന വ്ളോഗ് അടുത്ത വ്ളോഗായിട്ട് വരാം. അൺടിൽ എല്ലാവർക്കും ഓക്കെ, ബായ്. ചായ കുടിക്കട്ടെ, ബായ്.